ഹലോ ExcelMcr വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് ടെക്സ്റ്റ് ബോക്സ് ഫോർമാറ്റ് ഇൻ Userform Excel VBA. യൂസർ ഫോറമിൽ Excel VBA വഴി എങ്ങനെ ടെക്സ്റ്റ് ബോക്സ് ഫോർമാറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ആദ്യമായി നമുക്ക് ഡെവലപ്പർ ടാബ്, വിഷ്വൽ ബേസിക്. ഇവിടെ ഓൾറെഡി ഒരു യൂസർ ഫോം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഇതിനു മുമ്പൊരു വീഡിയോ ഹൗ ടു യൂസ് യൂസർ ഫോറം ഇൻ Excel VBA എന്ന വീഡിയോയുടെ രണ്ടാം ഭാഗം. ഇൻ കേസ് നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും. നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത കിട്ടും. ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫോർമാറ്റ് ചെയ്തതാണ്. ഇന്ന് നമുക്ക് വേണ്ടത് ഈ ടെക്സ്റ്റ് ബോക്സ് ഫോർമാറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് ഈ ടൈപ്പ് ചെയ്യുന്ന സ്മോൾ ലെറ്ററാണ്. എനിക്ക് ക്യാപിറ്റൽ ലെറ്റർ അടിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ. ഇത് നമുക്ക് പ്രോപ്പർ കേസോ അല്ലെങ്കിൽ അപ്പർ കേസിലേക്ക് മാറ്റണം. നാം എന്ത് ടൈപ്പ് ചെയ്താലും ഒന്നെങ്കിൽ പ്രോപ്പർ കേസ് അല്ലെങ്കിൽ അപ്പർ കേസ്. അതിന് വേണ്ടി ടെക്സ്റ്റ് ബോക്സ് ഫോർമാറ്റിലേക്ക് പോകാം. ടെക്സ്റ്റ് ബോക്സ് ഡബിൾ ക്ലിക്ക്. പ്രൊസീഡർ നമുക്ക് എടുക്കേണ്ടത് ആഫ്റ്റർ അപ്ഡേറ്റ് ആണ്. ആഫ്റ്റർ അപ്ഡേറ്റ് me dot text box 1 equal strconv me dot text box 1 comma vb proper case അല്ലെങ്കിൽ അപ്പർ കേസ്. ഏത് കേസിലാണ് വേണ്ടത്? അപ്പർ കേസിലുണ്ടാവും. VB അപ്പർ കേസ് അല്ലെങ്കിൽ VB ലോവർ കേസ്. നമുക്കിവിടെ ലോവർ കേസ് കൊടുക്കാം. എന്ത് പറ്റി? be proper case. ഇവിടെ ടെക്സ്റ്റ് ബോക്സ് ചേഞ്ചിലാണ് കൊടുക്കേണ്ടത്. സോറി, പ്രൊസീഡർ മാറി. ഓക്കെ, ഓക്കെ, അമിത് കുമാർ. അടുത്തത് നമുക്ക് ടെലിഫോൺ നമ്പറാണ്. ടെലിഫോൺ നമ്പർ ഫോർമാറ്റ് ചെയ്യാൻ ഡബിൾ ക്ലിക്ക്. ഇത് ആഫ്റ്റർ അപ്ഡേറ്റ് procedure. Sorry, we dot text box 2 അല്ലേ? അതെ, 2 സമം format me dot text box 2 dot value comma double quote bracket open 1 2 3 4 5 bracket close 1 2 3 minus 1 2 3 4 double quote bracket close. റൺ അടിക്കാം. 00914985123456 ലാൻഡ് ഫോൺ നമ്പർ. ഓക്കെ, ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് കോഡ് കാണും. അതിലുള്ളത് നമ്മളെ മൊബൈൽ നമ്പർ, നമ്മളെ ലാൻഡ് ഫോൺ നമ്പർ. അടുത്തത് മൊബൈൽ നമ്പർ ഒന്നും ചെയ്യാനില്ല. ഇമെയിൽ ടീം സെയിം ഒന്നും ചെയ്യാനില്ല. ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഫോർമാറ്റിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണം. me dot text box 5 സമം
cv-date me.textbox 5. പന്ത്രണ്ട് ബാർ 5, അതായത് ഡേറ്റും ഡേ ആൻഡ് മന്ത് മാത്രം അടിച്ചു കൊടുത്താൽ ഓക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോർമാറ്റഡ് വരും. 11 ബാർ 8, ഓക്കെ. ഇത് കറണ്ട് ഇയർ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ലാസ്റ്റ് ഇയർ ആണെങ്കിൽ 11/12/2020 മൊത്തമായിട്ട് അടിച്ചു കൊടുക്കണം. കറണ്ട് ഇയർ എങ്കിൽ ഡേ ആൻഡ് മന്ത്സ്, ഓക്കെ. ഇനി നമുക്കൊരു ഷീറ്റിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യണം. നമ്മൾ രജിസ്ട്രേഷൻ അല്ലേ, അതിനുവേണ്ടി ഇവിടെ നമുക്കൊരു കമാൻഡ് ബട്ടൺ ആഡ് ചെയ്യാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ചെയ്യാം. എന്നാൽ ഓക്കെ, ട്രാൻസ്പെറൻറ്റ് ചെയ്തു. ക്യാപ്ഷൻ സബ്മിറ്റ്, സബ്മിറ്റ്. ഇത് ഷീറ്റ് 2ലേക്കും കൈമാറേണ്ടത്. നെയിം, ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ID നമ്പർ. ആദ്യമായി വിത്ത് ഷീറ്റ് 1 ഡോട്ട് റേഞ്ച് എ 10,000,000 ഡോട്ട് ആൻഡ് എക്സൽ ആപ്പ്. വിത്ത് കൊണ്ട് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എൻഡ് വിത്ത് കൊടുക്കണം. ഇതിനെക്കൊണ്ട് വെച്ച് നമുക്ക് കോഡിങ് കുറക്കാം, കോഡിങ് KB കുറക്കാം. ആദ്യമായി ഡോട്ട് ഓഫ്സെറ്റ് 1,0 me dot textbox 1, അതായത് നെയിം. രണ്ടാമത്തെ ഓഫ്സെറ്റ് 1,1 ഈക്വൽ me dot textbox 2, ടെലിഫോൺ നമ്പർ. മൂന്നാമത്തത് ഡോട്ട് ഓഫ്സെറ്റ് 1,2 ഈക്വൽ me dot textbox 3, മൊബൈൽ നമ്പർ. ഡോട്ട് ഓഫ്സെറ്റ് 1,3 ഈക്വൽ me dot textbox 4, ഇമെയിൽ ID. ഡോട്ട് ഓഫ്സെറ്റ് 1,4 ഈക്വൽ me dot textbox 5. ഇനി അവസാനത്തെ ID നമ്പർ നമ്മൾ കൊടുക്കേണ്ടത് ഡോട്ട് ഓഫ്സെറ്റ് 1,5 ഈക്വൽ dot raw plus 1,000. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്യാം. ഇസ്ലാം നമ്പർ 0467123456. അപ്പീൽ നമ്പർ 85 email ID @gmail.com. Date of birth 12
1285. ഇനി സബ്മിറ്റ് ചെയ്യാം. ഇവിടെ ഷീറ്റ് മാറിയിരിക്കുന്നു. വിത്ത് ഷീറ്റ് 1 അല്ല, വിത്ത് ഷീറ്റ് 2. ഓക്കെ, അമിത് കുമാർ ടീസം നമ്പർ email id at date of birth സബ്മിറ്റ് ചെയ്യുക. മാറിയോ? ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ. ഓക്കെ, ഒരു കോളം ഇമെയിൽ ഐ ഡി, email id, ഓക്കെ. അജീഷ് ടെലിഫോൺ മൊബൈൽ നമ്പർ 05054545 @com 14/5/84. സബ്മിറ്റ്. ഇവിടെ നോക്കാം, അജീഷ്, ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, ഡേറ്റ് ഓഫ് ബർത്ത്, ഐ ഡി നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി പിന്നീട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.